ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാം ആണല്ലേ, കുറച്ച് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ നമ്മുടെ ക്രിസ്മസ് എക്സാം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കൊരു നമുക്കൊരു പ്രധാനപ്പെട്ട ചോദ്യം ചെയ്തു നോക്കാം അല്ലേ. എല്ലാവരും ചോദ്യം കാണുന്ന പോലെ തന്നെ വാർഷിക ദിനാചരണത്തിൽ പ്രതിഭാശാലികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകാൻ ഗാന്ധി ക്ലബ്ബ് തീരുമാനിച്ചു. പെൻസിൽ ബോക്സുകൾ, നോട്ട് പുസ്തകങ്ങൾ, കഥാപുസ്തകങ്ങൾ എന്നിവയാണ് സമ്മാനങ്ങളായിട്ട് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ സമ്മാനങ്ങൾ വാങ്ങാൻ ക്ലബിലെ 86 അംഗങ്ങളും 100 രൂപ വീതം സംഭാവന നൽകി അല്ലേ. ഒരാൾ എത്രയാണ്? 100 രൂപ വീതമാണ് നൽകിയത്. അങ്ങനെ 86 പേരും നൽകിയാൽ എത്രയായിരിക്കും എന്നാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം. അംഗങ്ങളിൽ നിന്ന് അവർ എത്ര തുക പിരിച്ചു എന്ന് പറഞ്ഞാൽ അത് 86 ഗുണം 100. ഒരാളുടെ കയ്യിൽ നിന്ന് 100 രൂപയാണെങ്കിൽ 86 പേരുടെ കയ്യിൽ നിന്ന് എത്രയായിരിക്കും? 86 ഗുണം 100 അല്ലേ എന്ന് പറഞ്ഞാൽ 8600 രൂപ, 8600 റുപ്പീസ് ആണ് ആദ്യത്തെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇനി അടുത്ത നിങ്ങൾ നോക്കിക്കേ, 50 കുട്ടികൾക്ക് പെൻസിൽ ബോക്സും നോട്ട് ബുക്കുകളും നൽകി. പെൻസിൽ ബോക്സിന് 25 രൂപയും നോട്ട് ബുക്കിന് 35 രൂപയുമാണ്. മൊത്തം ചെലവ് എത്രയായിരിക്കും എന്നാണ് അല്ലേ നമ്മളുടെ ചോദ്യം. അപ്പൊ എത്രയാണടാ? 50 കുട്ടികളുണ്ട് അല്ലേ, 50 സ്റ്റുഡൻസ് ആണുള്ളത്. അവർക്ക് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഒരു കുട്ടിക്ക് എത്ര ചെലവ് വരും എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഒരു കുട്ടിക്ക് ഒരു ബോക്സും ഒരു നോട്ട് ബുക്കുമാണ് കൊടുക്കുന്നുണ്ടാകാം. ഒരു ബോക്സിന് 25 രൂപയാണ്, ഒരു നോട്ട് ബുക്കിന് 35 രൂപയാണ് അല്ലേ. അപ്പൊ ആകെ എത്രയായടാ? ആകെ 60 രൂപയാണ് ഒരു കുട്ടിയുടെ മേലെ ചിലവാവുന്നത്. അങ്ങനെയെങ്കിൽ 50 കുട്ടികളുണ്ടല്ലേ. യെസ്, 50 കുട്ടികൾക്ക് എത്രയായിരിക്കും ചെലവാവുക? 50 കുട്ടികൾക്ക് 50 ഗുണം 60 ചെയ്യണം അല്ലേ. 50 ഗുണം 60 നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലേ. 5 into 6 ആദ്യം ചെയ്താൽ മതി. 5 into 6 30 ആണ്. കൂടെ 2 0 എന്ന് പറയുമ്പോൾ 3000 രൂപയാകും. ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ. 25 കുട്ടികൾക്ക് പുസ്തകങ്ങൾ നൽകി. ഓരോ പുസ്തകത്തിനും 125 രൂപയാണ് വില. മൊത്തം ചിലവ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പൊ സിയുടെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 25 കുട്ടികൾക്ക് പുസ്തകം നൽകി. ഒരു പുസ്തകത്തിന് 125 രൂപയാണെങ്കിൽ, ഒരു പുസ്തകത്തിന് 125 രൂപയാണെങ്കിൽ 25 പേർക്ക് എത്രയാകും? അതെ, ഗുണം 25. 125 into 25 ചെയ്താൽ മതി. 125 ഗുണം 25 ചെയ്താൽ 5 ഗുണം 5 5 into 5 25 ആണ്. 2 into 5 എന്ന് പറയുന്നത് 10 ആണ്. പ്ലസ് 2 എന്ന് പറയുന്നത് 12 ആണ്. 5 ഗുണം 1 5 പ്ലസ് 1 6 ആണ്. ഇവിടെ 0 2 ഗുണം 5 10 ആണ്. 2 ഗുണം 2 4 പ്ലസ് 1 5 ആണ്. 2 ഗുണം 1 2 ആണ് അല്ലെ. 5 2 6 പ്ലസ് 5 11. ഇവിടെ 3 3 1 2 5 അല്ലെ. 3125 ആണ് നമുക്ക് തുകയാകുന്നത് അല്ലേ. 3125 ആണ് പുസ്തകങ്ങൾ നൽകാൻ വേണ്ടി 25 കുട്ടികൾക്ക് 3125 3125 രൂപയാണ് ചെലവാകുന്നത്. ഇനി ഡി, ലാസ്റ്റ് ചോദ്യം. അവർ സമ്മാനങ്ങൾക്കായി ചെലവഴിച്ച ആകെ തുക കണ്ടെത്തുക അല്ലേ. സമ്മാനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് ആദ്യം എത്രയായിരുന്നു? 3000 രൂപയായിരുന്നു. രണ്ടാമത് എത്രയായിരുന്നടാ? രണ്ടാമത് 3125 രൂപ. നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 5 2 1 6 അല്ലേ. 6125 രൂപയാണ് ഉത്തരം എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.